യേശുവിൽ പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവാക്യങ്ങളാണ്. നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന ബെത്സദായിലെ രോഗശാന്തി ഒന്ന് വായിക്കാം. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറൂസലേമിലേക്ക് പോയി. ജെറൂസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെയുണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന്. അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല. ഞാൻ ഇറങ്ങിക്കഴിയുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിലിറങ്ങി കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. ഇതാണ് ഈ ഭാഗം. ഇതിൻ്റെ നമ്മൾ കേട്ടിരിക്കുന്ന ഭാഗങ്ങൾ എന്താണ്? ഇതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ കേട്ടിരിക്കുന്ന വിശദീകരണം ബെത്സദായിലെ രോഗശാന്തി. ആ കുളം ഒരു അത്ഭുത കുളമാണ്. മാലാഖി ഇറങ്ങുമ്പോൾ ഇറങ്ങി ആദ്യം ആ കുളത്തിൽ ഇറങ്ങുന്ന ആൾക്ക് രോഗശാന്തി ലഭിക്കും. അപ്പോൾ അങ്ങനെ ആ തളർവാദ പിടിച്ചിരുന്ന ആൾ വർഷങ്ങളായി കിടക്കുന്നു. ആളിറങ്ങുമ്പോഴേക്കും മറ്റുള്ള ഇറങ്ങി സുഖം പ്രാപിച്ചിരിക്കും. അതുകൊണ്ട് പറ്റുന്നില്ല. യേശുവിനോട് ചോദിച്ചു, സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന്. അവൻ പറയുന്നത് ഉത്തരം വേറെയാണ് കേട്ടോ. അവൻ ചോദിക്കുന്നതിന് ഉത്തരമല്ല പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ യേശു ബെത്സദ എന്ന കുളക്കടവിനോട് അടുത്തുകൂടെ യേശുവും ശിഷ്യന്മാരും പോകുന്നു. അവിടെ 38 വർഷമായി തളർവാദം പിടിപെട്ട് കിടക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനോട് യേശു ചോദിക്കുകയാണ്, 38 വർഷമായിട്ട് അവനവിടെ കിടക്കുകയാണെന്ന് യേശു പറഞ്ഞു. എന്നിട്ട് അവനോട് യേശു ചോദിക്കുകയാണ്, സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന്. നോർമലി നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാനുഷികമായിട്ട് പറയുകയാണെങ്കിൽ, യേശുവിന് ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യം അവിടെ ഉണ്ടായിരുന്നോ? അവൻ സുഖം പ്രാപിക്കുക, ആ കുളം എന്ന് പറയുന്നത് സുഖം പ്രാപിക്കപ്പെടുന്ന ഒരു കുളമാണ്. അപ്പോൾ ആ കുളത്തിൻ്റെ അരികിൽ കിടക്കുന്ന എല്ലാവരും, എല്ലാ രോഗികളും സുഖം പ്രാപിക്കുവാൻ വേണ്ടി കിടക്കുന്നവരാണ്. അപ്പോൾ ആ ആളോട് സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് യേശു ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. എങ്കിലും യേശു അവിടെ ചോദിക്കുകയാണ്, സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന്. അപ്പോൾ എന്തായിരിക്കും ആ ചോദ്യത്തിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഉദ്ദേശം എന്തായിരിക്കും? യേശു ചോദിച്ചത് ലോങ് പീരീഡ് 38 വർഷം എന്നവിടെ എടുത്തു പറയുന്നു. അപ്പോൾ ഈ ഒരു 38 വർഷമായി അവനവിടെ കിടക്കുന്നു. അപ്പോൾ ചില പാപങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കത് പാപമായിട്ട് നമുക്ക് തോന്നുകയില്ല. ആദ്യമൊക്കെ നമുക്കൊരു പാപമാണെന്ന് തോന്നും. പിന്നെ അത് സ്ഥിരമായി നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊരു പാപമായി പോലും, അതൊരു നോർമലി കാര്യമായിട്ട് മാത്രമേ കാണുകയുള്ളൂ. പിന്നെ നമുക്കതിലൊരു സുഖവും കണ്ടെത്തും നമ്മൾ ആ പാപത്തിൽ. അതുകൊണ്ടാണ് അവനോട് ചോദിക്കുന്നത്. ഈ 38 വർഷം അവൻ കിടന്ന കാരണം കൊണ്ട് അവൻ അതിലൊരു സുഖം കണ്ടെത്തിയോ, അതല്ല നിനക്ക് ഇപ്പോഴും സുഖം പ്രാപിക്കുവാനായി നീ വെമ്പൽ കൊള്ളുന്നുണ്ടോ എന്നാണ് യേശു ചോദിച്ചതിൻ്റെ അർത്ഥം. അപ്പോൾ അവനതിൻ്റെ ഉത്തരം പറയുന്നത് എന്താണ്? യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോയെന്ന്. അപ്പോൾ അവൻ ഉത്തരം പറയുന്നത്, എനിക്ക് ഉണ്ട് കർത്താവേ എന്നല്ല പറയുന്നത്. അവൻ പറയുന്നു, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കുവാനായിട്ട് ആരുമില്ല, ഒരു സഹായി എനിക്കില്ല. ഞാൻ ഏങ്ങി വലിഞ്ഞ് അവിടെ ചെല്ലും, കുളത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും, അപ്പോൾ അവൻ ഈ ഒരു അവസ്ഥയിൽ പോലും അവൻ കുളത്തിലേക്ക് എത്തണുണ്ട്. കഴിയുമ്പോഴേക്കും വേറൊരുവൻ ഇറങ്ങി സുഖം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ തളർവാദം പിടിപെട്ട അവസ്ഥയിൽ നിന്നും അവൻ ഏങ്ങി വലിഞ്ഞ് കുളക്കടവിലെത്തി കുളത്തിലേക്ക് ടച്ച് ചെയ്യുമ്പോഴേക്കും വേറൊരുവൻ കുളത്തിലിറങ്ങി സുഖം പ്രാപിച്ചിരിക്കും. അപ്പോൾ അവൻ പറയാതെ പറയുന്നത് എന്താണ്? കർത്താവേ, ഇപ്പോഴും എനിക്ക് സുഖം പ്രാപിക്കുവാനായി അതിയായ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ, കർത്താവേ, ഞാൻ വേറൊരു വചനത്തിൽ പറഞ്ഞല്ലോ, വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ,
ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിലെന്ന്. അതുപോലെ തന്നെ അവൻ പറയുകയാണ്, കർത്താവേ ഞാൻ ഇപ്പോഴും ജലത്തിൻ്റെ അവസ്ഥയിലാണ് കർത്താവേ, മാറ്റപ്പെടുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ മാറ്റം എനിക്ക് ലഭിക്കുന്നില്ല, നീ എനിക്ക് മാറ്റം തരണമേ എന്ന് അവൻ പറയാതെ പറയുകയാണ്. ജലത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം ഇതാ ഈ സുവിശേഷത്തിൻ്റെ ഈ ഭാഗത്തും വരികയാണ്. എല്ലാ ഭാഗത്തും വരണം കേട്ടോ. ഈ യേശു ഏതൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതെല്ലാം അടിസ്ഥാനം ഈ ജലത്താലും ആത്മാവിനാലും ഉള്ള വീണ്ടും ജനനമാണ്. അപ്പോൾ അവൻ പറയാണ്, കർത്താവേ എനിക്ക് സുഖം പ്രാപിക്കുവാൻ ഇപ്പോഴും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു, ഞാൻ ജലത്തിൻ്റെ അവസ്ഥയിലാണ് കർത്താവ്, ഞാൻ മാറ്റപ്പെടുവാനുള്ള അവസ്ഥയിലാണ് കർത്താവ്, എനിക്ക് മാറ്റം തരണമേ എന്ന്. അപ്പോൾ യേശു പറയാണ്, ഇതാ നീ നിൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ യേശു കൊടുക്കുന്നു, അവൻ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുന്നു. ഇതൊരു വ്യത്യസ്തമായ ഒരു ആശയമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരെ അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്നെ അറിയിക്കുക. എനിക്കൊരു മോട്ടിവേഷനായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ജയ് ക്രൈസ്റ്റ്.